വളരെ പെട്ടെന്ന് നൈസായിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. സവോള എത്ര വേണം? സവോള 3 സവോള, ഒരു 2 തക്കാളി, 3 പച്ചമുളക്, ഒരു 6-7 ഗാർലിക്, 6-7 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, വേപ്പില. ഇതിങ്ങനെ സെറ്റാക്കി വെക്കുക. സവോള ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. തക്കാളി കട്ട് ചെയ്തിട്ട് ബാക്കി സെറ്റപ്പ് നമുക്ക് ചെയ്ത് തരാം. അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കണ്ടില്ലേ ഇതിൽ കാണുന്നത്ര വെളിച്ചെണ്ണ, 2-3 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഈ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, ഗാർലിക്, വേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് അതിലിട്ടിടാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നന്നായി പെട്ടെന്ന് വഴഞ്ഞു. അതെ, കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ സവോള നന്നായി വഴയുന്നാണ് കവി പറയുന്നത്. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങനെ മൂടി വെക്കുക. ചെറിയ തീ പറഞ്ഞത് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് മൂടി വെക്കുക. അടി പിടിക്കാതെ നോക്കിയാൽ മതി. സവോള നന്നായിട്ട് ഇങ്ങനെ വാടണം. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കണം. ഒരു മീഡിയം തീയിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം നൈസായിട്ട്. സവോള നന്നായിട്ട് വാടിയുണ്ട്. സവോളയും മുളകും മറ്റേ ഇഞ്ചി ചതച്ചതും എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വേപ്പിനില്ല. ഇനി പൊടിയിടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. പച്ചച്ചോയൊക്കെ ഒന്ന് പോണ വരെ. പിന്നെ അടുത്തത് ഒരു 1/2 ടീസ്പൂണോളം കുറച്ച് മല്ലിപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇളക്കണോ? എല്ലാ പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യണം. കാരണം അതിന്റെ ഒരു പച്ച സ്മെല്ല് മാറും. ഓക്കെ, പച്ച സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് എല്ലാ പൊടി ഇട്ടാലും ഒന്ന് ഇളക്കണം. പിന്നെ ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വെക്കണം കേട്ടോ. ഫ്ലെയിം തീ വളരെ കുറവിൽ വെക്കണം ഈ പൊടിയൊക്കെ ഇടുന്ന സമയത്ത് കേട്ടോ. മുളക് പൊടി 2-2.5 ടീസ്പൂൺ. മുളക് പൊടി 2.5 സ്പൂൺ വാരി കോരിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കാം. ഒരു ചുവപ്പ് കളറായി. ഇതിപ്പോ ഒരു 3 പേർക്കുള്ള ഒരു 4 പേർക്കുള്ള ഒരു റോസ്റ്റർ ഉണ്ടാക്കണം നമ്മൾ ഈ ഐറ്റം വെച്ചിട്ട്. ഇനി നമ്മള് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി അതിലേക്ക് കമഴ്ത്തുക. ഓക്കെ, പിന്നെ ഈ തക്കാളി നന്നായി അതിലിട്ട് നന്നായിട്ട് ഇളക്കാം. എത്ര നേരം ഇളക്കണം? അതൊന്നും ഫുള്ള് മിക്സ് ആവുന്ന വരെ ഇളക്കും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ഗ്രേവി പരിവാകാൻ വേണ്ടി, ഒരു ഗ്രേവി ടൈപ്പാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെക്കാം. അത് ഈ ചട്ടിയുടെ കട്ടിക്ക് അനുസരിച്ചിട്ട് തീ കൂട്ടാൻ പാടില്ല. വലിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം അടി പിടിച്ചിട്ട് ആകാലം പോകും. ചെറിയ തീയിലിട്ട് മൂടി വെക്കാം. നല്ല കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ കുറച്ച് തീ കൂട്ടിടാം. ഒരു വേവുള്ള ഒരു 2-3 ഉണ്ടാക്കിയ ഒരു ഫ്ലെക്സ് കിട്ടും. മൂടി വെക്കുക. കുറച്ചു നേരം മൂടി വെച്ച് നൈസായിട്ട് കളറൊന്ന് മാറും. ഏകദേശം തക്കാളി വെന്ത് ഒരു നൈസ് ഗ്രേവി ആയില്ലേ, അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം കേട്ടോ. എത്ര ടീസ്പൂൺ? ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം കുറച്ച് ഗരം മസാല. ഈ കുരുമുളക് പൊടിയും ഗരം മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമുള്ള കേസൊന്നുമില്ല. കുറച്ച് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഫുള്ളായി വേണ്ട, കുറച്ച്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. കണ്ടില്ലേ, ഏകദേശം ഐറ്റം റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ സവാളയൊക്കെ നന്നായി വെന്തൊരു ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് അതിലൊരു പുഴുങ്ങിയ 3 മുട്ട ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഐറ്റം സെറ്റാണ്. നമുക്കിതൊരു പ്ലേറ്റിലാക്കി സെറ്റാക്കി അടിക്കാനുള്ള സെറ്റപ്പ് ആക്കാം. ഫൈനലി മുട്ട റോസ്റ്റ് റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് പത്തിരിയും കൂട്ടി നല്ല അടിപൊളി വട. സോ ട്രൈ ചെയ്തോക്ക്. ഒരു വട്ടം അലമ്പായാലും അടുത്ത പ്രാവശ്യം ശരിയാവും.